അമേരിക്കയിലെ ഒരു ശാന്തസുന്ദരമായ ഒരു മനോഹരമായ മഞ്ഞു പെയ്യുന്ന ആരുടെയും മനസ്സ് കുളിർക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അമേരിക്കയിലെ വിശേഷങ്ങളൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വ്യക്തിയാണോ? അമേരിക്കയിലെയോ അത് ഏതെങ്കിലും വിദേശ രാജ്യത്തിലേക്കോ ഒക്കെ നിങ്ങൾ കുടിയേറി പാർക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് കയറി നോക്കണേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കോണ്ടന്റ്സ് അതിൽ കാണും. അത് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയണം. ഏത് തരം വീഡിയോസ് ആണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെന്നനുസരിച്ചിട്ട് എൻ്റെ കോണ്ടന്റ് മാറ്റാം കേട്ടോ. ഇന്നിപ്പോൾ ഞാനിവിടെ പറയുന്ന ഒരു എയർ ഫ്രയർ റെസിപ്പിയാണ്. ഇതിന് പ്രധാനമായിട്ടും വേണ്ടത് മിൻസ്ഡ് മീറ്റ് ആണ്. മിൻസ്ഡ് മീറ്റ് ഇല്ലാതിരുന്നത് കൊണ്ട് ഞാനൊരു ബർഗർ പാറ്റി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ട് മുകളിൽ മറ്റൊരു സ്റ്റീൽ പാത്രം എടുത്ത് വെച്ചു. പെട്ടെന്ന് ഡീഫ്രോസ്റ്റ് ആയി കിട്ടാനുള്ള ഒരു ഹാക്കാണ് കേട്ടോ ഇത് നല്ല രീതിയിൽ വർക്കായി കേട്ടോ. സത്യത്തില് ചില ഹാക്കുകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇത് ഫ്ലോപ്പ് ആകുമെന്ന്. പക്ഷെ ഇത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു. കാരണം സ്റ്റീൽ ഇസ് എ ഗുഡ് കണ്ടക്ടർ. അറ്റ് ദ സെയിം ടൈം ഞാൻ വേറൊരു പ്ലേറ്റിൽ എടുത്തു വെച്ചിരുന്ന പാറ്റിയാണ്. അതങ്ങനെ ഡീഫ്രോസ്റ്റ് ആയിട്ടില്ല കേട്ടോ. ഇതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ബെൽ പെപ്പേഴ്സ് ആണ്. ഇവിടെ നമ്മുടെ ക്യാപ്സിക്കത്തിന് പറയുന്ന പേരാണ് ബെൽ പെപ്പേഴ്സ്. ഇതിനെക്കുറിച്ചൊരു മിത്തുണ്ട് കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് പറയാം. നിങ്ങൾ എന്തായാലും അവസാനം വരെ കാണണം കേട്ടോ. ഇപ്പോൾ ബെൽ പെപ്പേഴ്സ് എല്ലാ കളറും എടുക്കുക. നമ്മുടെ ശരീരത്തിന് ഒത്തിരി നല്ലതാണ്. ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്. മൾട്ടി കളേർഡ് ആയിട്ടുള്ള വെജീസ് ഒക്കെ കഴിക്കുക എന്നുള്ളത് ലേഡീസിന് പ്രത്യേകിച്ച് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള കാര്യമാണ് കേട്ടോ. ഇതെല്ലാം കൂടി ചോപ്പ് ചെയ്യണം എന്നുള്ള പരിപാടി മാത്രമാണ് നമുക്ക് ഉള്ളത്. വളരെ ചെറുതായിട്ടൊന്ന് കുനുകുനാ അരിഞ്ഞെടുക്കുക. ഞാനിവിടെ ഒരു മിൻസ്ഡ് മീറ്റ് ഒരു പാത്രത്തിലേക്ക് അതേ ഷേപ്പിൽ തന്നെ റെഡിയാക്കി വെച്ചു. എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് ഈ ചോപ്പ് ചെയ്ത എല്ലാ സാധനങ്ങളും, അതുകൂടാതെ തന്നെ ഞാൻ കുറച്ച് ബ്രൊക്കോളി എടുത്തിട്ടുണ്ടായിരുന്നു, കോൺ എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് സോസ് അഡീഷണൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ശരിക്കും സീസൺ ചെയ്യാനായിട്ട് ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും ആണ് യൂസ് ചെയ്തത്. കുറേ ചീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോൾ ഒരു പിസ്സയുടെ ഫ്ലേവർ ആണ് കേട്ടോ. ജസ്റ്റ് നേരെ എടുത്തിട്ട് അങ്ങോട്ട് ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ എയർ ഫ്രയറിലേക്ക് വെച്ചാൽ മതി. വേറെ ഒരു പരിപാടിയില്ല. സിമ്പിളാണ്. പരിപാടി കഴിഞ്ഞു. ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അതൊന്ന് എടുത്ത് നോക്കി. അപ്പൊ നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മൊരിയാനായിട്ട് കുറച്ച് കൂടി സമയം വേണം എന്നുള്ളത് കൊണ്ട് ഒരു 15 മോർ മിനിറ്റ്സും കൂടി ഞാൻ വെച്ചു. ലാസ്റ്റ് ഒരു മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതിൻ്റെ മേളിലൊരു ഇതിന്റെ സ്ലൈസ്, ചീസ് സ്ലൈസും കൂടി ആഡ് ചെയ്തു. ഇതൊക്കെയാണ് ഞാൻ ആഡ് ചെയ്ത വെജീസ് കേട്ടോ. എന്തായാലും നല്ലൊരു ഫ്ലേവർ ആയിരുന്നു. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് ഒരു കപ്പ് കേക്ക് പോലെ പ്രസന്റ് ചെയ്യാം. അതല്ലാന്നാണെങ്കിൽ ഡയറ്റ് ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു സ്റ്റൊമക് ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഡിഷായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. കാരണം ഇതിൽ ഒത്തിരി ചീസും മീറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് സ്റ്റൊമക് ഫില്ലിംഗ് ആണ്. പക്ഷെ ഒത്തിരി പോർഷൻസ് കൺസ്യൂം ചെയ്യരുത്. പോർഷൻ കൺട്രോൾ ആണ് എപ്പോഴും ഏത് ഡയറ്റിന്റെയും ബേസ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. ഇനി ഞാൻ ക്യാപ്സിക്കത്തിന്റെ ഒരു ഇത് പറഞ്ഞിരുന്ന ഒരു മിത്ത് പറയാമെന്ന്. 3 ബം 4 ബം എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഇത് കാണുന്നത്. എന്തായാലും ഇതില് 3 എന്നുള്ളത് മെയിലും 4 എന്നുള്ളത് ഫീമെയിലും ആണെന്നാണ് പറയപ്പെടുന്നത്. അതായത് 3-ന് എരിവും 4-ന് സ്വീറ്റ്നെസ്സുമാണ്. അപ്പോൾ സ്വീറ്റ് ആയിട്ടുള്ളതിനെ നമ്മൾ സാലഡിന് ഉപയോഗിക്കും, മറ്റേത് കറിക്ക് ഉപയോഗിക്കും എന്നാണ്. എന്തായാലും മനുഷ്യന്റെ കേസിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്താ ലേഡീസിനെ സുഖിപ്പിച്ച് അമ്മയാണ്, ദേവിയാണ്, സഹനശീലയുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മൂലക്കിരുത്താനുള്ള ഒരു പ്രവണതയുണ്ട്. എന്തായാലും ഇവിടെ സാലഡിന്റെ കേസിൽ കുറച്ച് നല്ല കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് അത് തെറ്റായിട്ടൊന്നും പറയണ്ട. എങ്കിലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്ക് അറിയണം എന്നുണ്ട് കേട്ടോ. ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് എൻ്റെ ഒരു കലാപരിപാടികളാണ്. മഞ്ഞ ദിനങ്ങളിൽ പ്രത്യേകിച്ച് ഇതുപോലുള്ള അവസരങ്ങൾ വളരെ അപൂർവമായി കിട്ടുമ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണമല്ലോ. അപ്പൊ അതൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നാണെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഇടാം. എന്തായാലും സാരിയൊക്കെ ഉടുത്ത് ഇപ്രാവശ്യം റെഡ് സാരിയാണ്. 15 വർഷത്തിന് ശേഷമാണ് ഈ ഒരു സാരി ഞാൻ ഉപയോഗിക്കുന്നത്. അമേരിക്കയിൽ വന്നിട്ട് എനിക്ക് കുറേ സാധനങ്ങളൊക്കെ ഒട്ടും ഉപയോഗമില്ലാതെ വന്നിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയണം എന്നാണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാനതൊക്കെ ചെയ്യാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവസാനമായപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. നോക്കിയേ, മഞ്ഞ് വീഴ്ചയുടെ ഇതൊക്കെ മാറി ഇത്തിരി രൗദ്രഭാവത്തിലായി. മണൽക്കാറ്റ് പറക്കണ പോലെ തന്നെ മഞ്ഞിങ്ങനെ പറന്നിട്ട് ഒരു ചുഴലിക്കൊടുക്കാറ്റ് പോലെ ചില സ്ഥലങ്ങളിൽ കൂന കൂട്ടിയിട്ടു. 2 ഇഞ്ച് 3 ഇഞ്ച് സ്നോ എന്നുള്ള സ്ഥലത്ത് മുട്ടുവരെയായി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണെങ്കിൽ കാണുക, എൻജോയ് ചെയ്യുക. ഞാനിവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. മെയില് ഫീമെയില് കൂടാതെ എനിക്കൊരു ട്രാൻസ്ജെൻഡറേയും കിട്ടി. ആ വീഡിയോയിൽ കണ്ടാൽ അറിയാം അത് 2 ബമ്മുള്ളത്. അങ്ങനെയാണെന്ന് ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചതാണ് കേട്ടോ. എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് നിങ്ങൾ പറയണേ.